ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഈ ക്വസ്റ്റ്യൻ, ഈ ബോർഡിലുള്ള ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. +2 CBSE ICSE സ്റ്റേറ്റ് 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോ ഇത് മാട്രിക്സ് മെത്തഡ് യൂസിങ് മാട്രിക്സ് സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാം. 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് 5 മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ചോദ്യം ഇതാണ്: യൂസിംഗ് മാട്രിസസ് സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. 2x + 3y + 3z = 5, x - 2y + z = -4, 3x - y - 2z = 3. ഇവിടെ ഇതിന്റെ ഈ ചോദ്യത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ഈ 3 ഇക്വേഷൻ മാട്രിക്സ് മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാം. അപ്പോ ഇവിടെ എക്സ് വൈ സെറ്റിന്റെ വാല്യൂ മാട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിൽ എ എന്ന് പറഞ്ഞ മാട്രിക്സ് 2 3 3 എക്സ് വൈ സെറ്റിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് എഴുതുന്നു. രണ്ടാമത്തെ ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1, വൈയുടെ കോഎഫിഷ്യന്റ് -2, സെറ്റിന്റെ കോഎഫിഷ്യന്റ് 1. മൂന്നാമത്തെ ഇക്വേഷൻ എക്സിന്റെ കോഎഫിഷ്യന്റ് 3, വൈയുടെ -1, സെറ്റിന്റെ -2. ഇനി എക്സ് എന്ന് പറയുന്ന മാട്രിക്സ് എക്സ് വൈ സെറ്റ് നമുക്ക് സോൾവ് കണ്ടെത്തുന്നത് എക്സ് വൈ സെറ്റ് ആണ്, അങ്ങനെ കൊടുത്തു. ബി എന്ന് പറയുന്നത് ഇതിന്റെ കോൺസ്റ്റൻസ് ആണ് 5 -4 3. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് എക്സ് എ ഇൻവേഴ്സ് ബി. അപ്പൊ എ ഇൻവേഴ്സ് എന്താണെന്ന് പറയണം. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു ബി. അപ്പൊ ഇതിലെ ഈ ഒരു ചോദ്യത്തില് മാട്രിക്സിന്റെ ഭൂരിഭാഗം കാര്യങ്ങൾ, മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ അറിയണം, മൾട്ടിപ്ലിക്കേഷൻ അറിയണം, ഇതൊക്കെ ട്രാൻസ്പോസ് അറിയണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ആ ചാപ്റ്ററിന്റെ രക്തം ചുരുക്കമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് നമുക്ക് 2 3 3 1 - 2 1 3 - 1 2 എ എന്ന് പറഞ്ഞ മാട്രിക്സിന് ഡിറ്റർമിനന്റ് ഫോർമുല എഴുതി. നമ്മൾ ഇതിന്റെ വാല്യൂ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്ലസ് മൈനസ് പ്ലസ് നമ്മൾ കൊടുക്കുന്ന ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് മാത്രമായിട്ട് നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് ഇടാവുന്നതാണ്. നിങ്ങളത് കമന്റ് ചെയ്യുക. ഇതിന്റെ ഞാൻ സമയം കുറവായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ 2 എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഉൾപ്പെടുന്ന റോയും കോളവും, ഈ 2 റോയും കോളവും ഒഴിവാക്കി ബാക്കി ഇവിടെ ഉള്ളത് നമുക്ക് -2 1 -1 -2. അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോൾ -2 × -2 + 4 -1 × 1 -1 വരും. ഇനി പിന്നെ നമ്മൾ എന്താ ഇവിടെ സിമ്പിൾ നമ്മൾ മൈനസ് ഇട്ടു, -3. ഈ ഇത് ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി. അപ്പോൾ 1 1 3 -2 ഉണ്ട്. 1 × -2 -3. പിന്നെ 3 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കി. അപ്പോൾ 1 × -1 -1. അതുപോലെ 3 × -2 -6. അപ്പോൾ എന്ത് വരും? 2 × 4 + 1 4 - -1 4 + 1 ആയിട്ട് മാറി. -3 -2 -3 -5 ആണ്. +3 -1 + 6. അതങ്ങനെ എഴുതിയപ്പോൾ ശ്രദ്ധിക്കണം, തെറ്റാതെ എഴുതാൻ. നെഗറ്റീവ് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്യാൻ കൃത്യമായിട്ട് നമുക്ക് അറിയണം. അറിയാത്തവരിൽ അത് കമന്റ് ചെയ്താൽ അതിനുവേണ്ടി മറ്റു വീഡിയോ നമുക്ക് ഇടാവുന്നതാണ്. അപ്പൊ 2 × 4 + 1 5 ആണ്. ഇവിടെ ശ്രദ്ധിക്കുക -2 -3 രണ്ട് നെഗറ്റീവ് സിമ്പിളാണ്, കൂട്ടി മൈനസ് ഇട്ട് -5. -3 × -5 നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ +15 വന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ 3 -1 + 6. അപ്പൊ -1 + 6 -1 6 ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ അതിന് ഡിഫറൻസ് കണ്ട് വലുതിന് തിരിഞ്ഞ് ഇറക്കണം. ഡിഫറൻസ് കാണുമ്പോൾ 5 വരും, വലുതെന്ന് പറയുന്നത് 6 ആണ്, +5. അപ്പൊ 2 × 5 -3 × -5 + 3 × 5. അപ്പൊ 2 × 5 10 -3 × -5 നെഗറ്റീവ് പോസിറ്റീവ് 15 3 × 15. അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് എയുടെ ആൻസർ 4 എന്ന് കിട്ടും. ഇനി നമുക്ക് അഡ്ജോയിന്റ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് എ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് കോഫാക്ടർ ആദ്യം എന്താണെന്ന് അറിയണം. കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ എന്ന് പറയുന്നത് സൈൻഡ് മൈനർ ഓഫ് എ. മൈനർ കോഫാക്ടർ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ സൈൻഡ് മൈനർ ഓഫ് എ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇതിനെ നമ്മൾ ഒന്നിട്ട് വിട്ട് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ഇങ്ങനെ ഇത് നമ്മൾ റോ കോളത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ്. അപ്പോൾ -1 all raised to 1 + 1 എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് വരുന്നത്. ഇവിടെ ഈ എലമെന്റ് എന്ന് പറയുന്നത് A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. അപ്പോൾ -1 all raised to 1 + 2 -1 all raised to 3 ദാറ്റ്സ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇട്ടിരിക്കുന്നത്. ഇതാണ്. അപ്പോൾ അതിന്റെ സൈൻ ഇട്ടു. ഇനി അതിന്റെ മൈനർ കാണണം. ശ്രദ്ധിക്കുക, മൈനർ കാണാനായിട്ട് നമ്മുടെ എ എന്ന് പറഞ്ഞ മാട്രിക്സിലേക്ക് വരാം. 2ന്റെ മൈനറിന് 2 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കുക. നമുക്ക് -2 1 -1 -2 എന്ന് കിട്ടും. അപ്പോൾ -2 × -2 + 4 -1 × -1. അപ്പോൾ നമുക്കത് വർക്കിംഗ് കോളത്തിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ നേരത്തെ ചെയ്ത പോലെ ഇവിടെ 4 - -1 5 കിട്ടും. അതുപോലെ തന്നെ അടുത്തത് നോക്കുമ്പോൾ എന്താണ്? രണ്ടാമത്തെ 3 ഉൾപ്പെടുന്ന റോയും കൂടെ ഒഴിവാക്കുക.
1 into -2 -3. അപ്പോൾ അത് -5 ആണ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതവിടെ -3. ഈ 1 ഉൾപ്പെടുന്ന റോയും 3 ഉൾപ്പെടുന്ന റോയും കൂടെ ഒഴിവാക്കുക. ഇവിടെ നോക്കുക. അപ്പോൾ എന്ത് വരും? 1 -2 3 -1 ആണ് വരാം. 1 into -1 -6. അപ്പോൾ +6 -1 +6 അവിടെ 5 വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇത് കിട്ടും. ഇങ്ങനെ ഓരോ എലമെന്റും ഇപ്പോൾ ഈ ഇതിന്റെ സൈൻഡ് മൈനർ കാണാൻ ഈ 1 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കുക. 3 into -2 -6 -3 -6 + 3. അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ 1 ഉൾപ്പെടുന്ന റോയും കോളും ഒഴിവാക്കുന്നു. 3 into 1 3 -6. അപ്പൊ അങ്ങനെയാണ് നമുക്കിവിടെ -3 വരുന്നത്. ഇങ്ങനെ ഓരോന്നിന്റെയും മൈനർ കണ്ടുപിടിക്കുക. അപ്പോൾ സൈൻഡ് മൈനറാണ് കോഫാക്ടർ. അപ്പോൾ നമുക്ക് ഇതിന്റെ മൈനർ കിട്ടി. സൈൻ പുറത്തിട്ടുണ്ട്. ഇവിടെ +5 ആണ്. ഇവിടെ -5 +5 +5 -3 3 പോസിറ്റീവ് ഓഫ് -13 പോസിറ്റീവ് -13 നെഗറ്റീവ് പോസിറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണ് 9 നെഗറ്റീവ് ഓഫ് -1 പോസിറ്റീവ് 1 +7 -7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈൻഡ് മൈനർ ഓഫ് എ കിട്ടി. ഇനി അഡ്ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് സൈൻഡ് മൈനർ ആണ്. അപ്പോൾ ഈ ഇതാണ് കോഫാക്ടർ മെട്രിക്സ് അല്ലെങ്കിൽ സൈൻഡ് മൈനർ ഓഫ് എ നമുക്ക് കിട്ടി. ഇതിന് ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അപ്പോൾ ട്രാൻസ്പോസ് റോ കോളവും 5 ഫസ്റ്റ് കോളായി, സെക്കൻഡ് കോളായി 3 -13 11 തേർഡ് റോ തേർഡ് കോളായി 9 1 -7. ഇനി നമുക്ക് നമ്മുടെ എക്സ് ഈക്വൽ എ ഇൻവേഴ്സ് ബി ആണ് ഓൾറെഡി പറഞ്ഞതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ എ ഇൻവേഴ്സ് ബി അഡ്ജോയിന്റ് കിട്ടി. അഡ്ജോയിന്റ് ബൈ ഡിറ്റർമിനന്റ് എ ആണ് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ നിങ്ങൾ ഇൻവേഴ്സ് കാണാൻ ആദ്യം തന്നെ പോകരുത്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിൽ ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. ഓക്കെ. അപ്പോൾ അഡ്ജോയിന്റ് 5 3 9 5 -13 1 5 11 -7 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നത് 40 ആണ്. അല്ലെങ്കിൽ ഇൻറ്റു 1/40 എന്ന് പറയാം. നമുക്ക് നമ്മൾ 40 പകരം നിങ്ങൾ ചില ബുക്കുകളിൽ ഇൻറ്റു 1/14 ആയിരിക്കും എഴുതിയിട്ടുണ്ടാവാം. ഓക്കെ. 5 -4 3. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക. റോ കോളം മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ ഇതിന്റെ ഓർഡർ നമുക്കറിയാം 3/3 ആണ്. 3 റോയും 3 കോളവും. ഇവിടെ 3 റോയും 1 കോളം ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ബേസിക് റൂള് ആദ്യത്തെ മാട്രിക്സിന്റെ കോളവും രണ്ടാമത്തെ മാട്രിക്സിന്റെ റോയും ഈക്വൽ ആയാൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ കിട്ടുന്ന മാട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/1 ആയിരിക്കും. വേറൊരു കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് സിംഗുലർ മാട്രിക്സ് എന്ന് പറയും. നോൺ 0 ആണെങ്കിൽ അത് നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഡിറ്റർമിനന്റ് എയുടെ വാല്യൂ 0 അല്ലാതിരിക്കുന്ന കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ റോ കോളം മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് റോ ഞാൻ പറയാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 5 5 25 +3 into -4 -12 +9 into 3 27. 25 -12 +27 ആൻസർ 40 കിട്ടും. ഇതേ രീതിയിൽ നമ്മൾ മറ്റു രണ്ടും കൂടി ചെയ്യുമ്പോൾ 48 -40 എന്നുള്ളത് കിട്ടും. ഞങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ അതിനും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് ഇടാവുന്നതാണ്. അതുപോലെ നമ്മൾ 40 എന്നുള്ള ഡിറ്റർമിനന്റിന്റെ വാല്യൂ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻറ്റു 1/40. അപ്പോൾ 40/41 വരും. 80/2 80/42 വരും. -40/40 -1 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് എന്ന് പറഞ്ഞ മാട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എക്സ് എന്ന് പറഞ്ഞ മാട്രിക്സ് സ്മോൾ എക്സ് വൈസ് എന്താണെന്ന് അറിയാം. എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2, സെറ്റിന്റെ വാല്യൂ -1. ഈ ഒരു കണക്ക് കൃത്യമായിട്ട് നമ്മൾ എഴുതി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 5 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.